അപ്പുട്ടന്റെ ചായക്കടയിലെ അടുപ്പ് ഇനി പുകയില്ല. 56 വർഷം നടത്തിയ കച്ചവടമാണ് എന്നേക്കുമായി അവസാനിപ്പിച്ചത്. ഞമ്മനേങ്ങാട് കവലയിലെ പഴയകാല പ്രൗഢിയിൽ ബാക്കിയായ അപ്പൂട്ടന്റെ ചായക്കട ഇനി ഓർമ്മ മാത്രം. ഉച്ചയോടെ കട പൊളിച്ചതോടെ പൊറോട്ടയും സാമ്പാറും ചമ്മന്തിയും വിളമ്പിയ ചായക്കട ശേഷിപ്പ് പോലുമില്ലാതെ ഓർമ്മയായി. ബോംബെക്കാരൻ അപ്പൂട്ടൻ 1970-ലാണ് ചായക്കട തുടങ്ങുന്നത്. അന്നിവിടെ ഉണ്ടായിരുന്ന തയ്യൽ കടയും മിഠായി പീടികയും പലചരക്ക് കടയും വർഷങ്ങൾക്ക് മുൻപേ ഇല്ലാതായി. അപ്പൂട്ടൻ മരിച്ചപ്പോൾ മകൻ സുരേഷും ഭാര്യ രതിയും മക്കളും ചേർന്നായി കച്ചവടം. രാവിലെ 8:30 തുറക്കും. 11 മണിക്ക് കച്ചവടം അവസാനിപ്പിക്കും. പൊറോട്ടയും സാമ്പാറുമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പൊറോട്ട കഴിച്ചാൽ സുഖമായി ഉറങ്ങാം എന്ന തമാശ കഥയിൽ മയക്കുവെടി എന്ന പേരും വീണു. പ്രവാസികൾ തമ്പടിക്കുന്ന ഇടം കൂടിയായിരുന്നു ഇത്. കടയിൽ വൈദ്യുതി കണക്ഷൻ പോലും ഇല്ലാത്തതിനാൽ പാചകം ചെയ്യാനുള്ള വെള്ളം വരെ പുറത്തുനിന്നാണ് എത്തിച്ചിരുന്നത്. അടുക്കളയിൽ മാത്രം പ്രകാശിക്കുന്ന ബൾബ് വീട്ടിൽ നിന്ന് ദിവസവും ചാർജ് ചെയ്തു കൊണ്ടുവരും. ചായ വിറകടുപ്പിൽ നിന്ന് ഗ്യാസിലേക്ക് മാറ്റിയതു മാത്രമാണ് അരനൂറ്റാണ്ടിനിടെ ചെയ്ത ഏക ആഡംബരം. ഗ്യാസിന് വില കൂടിയതോടെ ഏതാനും മാസമായി പൊറോട്ടയും സാമ്പാറും വീട്ടിൽ നിന്ന് പാചകം ചെയ്തു കൊണ്ടുവരും. മുളവാരിയും പട്ടികയും കെട്ടി അതിൽ തകരഷീറ്റ് മേഞ്ഞതാണ് ചായക്കട. കട്ടിളയ്ക്ക് ഉയരം കുറവായതിനാൽ ഭവ്യതയോടെ കുനിഞ്ഞു മാത്രമേ ചായക്കടയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കട നിന്നിരുന്നത്. ഇത് ഒഴിയുന്നതിനാലാണ് കച്ചവടം അവസാനിപ്പിക്കുന്നത്. കട അടയ്ക്കുന്ന വിവരമറിഞ്ഞ് അവസാന ദിവസം ഒട്ടേറെ പേരാണ് പൊറോട്ട കഴിക്കാൻ എത്തിയത്. സുരേഷ് എല്ലാവരോടും വിശേഷം പറഞ്ഞു. എല്ലാവർക്കും മനസ്സറിഞ്ഞു വിളമ്പി. അങ്ങനെ അപ്പൂട്ടിന്റെ ചായക്കട രുചിയൂറുന്ന ഓർമ്മയായി.